ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാൻ ഈ ഒരു തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. യെസ് ഗൈസ്, നമ്മളൊരു വോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്തിരി നാളെ മുമ്പ് അല്ല കേട്ടോ, ഇന്നലെയോ നാളെ എന്തോ ആണ്. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഇത്തിരി ഫ്ലോ ആയി പോയതാണ്. അപ്പം ആ ഒരു വോട്ടിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ട്യൂഷൻ റിവ്യൂ വേണോ ഫസ്റ്റ്, അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റും പഠിക്കുന്നതിന്റെ വ്ളോഗ് വേണോ ഫസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലും പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സബ്ജക്റ്റിന്റെ വ്ളോഗായിരുന്നു. അപ്പം അന്നത്തെ ആ ഒരു വ്ളോഗാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തിരി ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം, അത് ഫോളോ ചെയ്യുക, എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നതായിട്ട് തന്നെ. അപ്പോൾ ട്യൂഷൻ റിവ്യൂയുടെ വീഡിയോ നമ്മൾ അപ്ലോഡ് ആക്കുന്നതായിരിക്കും, കാരണം അതും കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ ഒരു വീഡിയോ ഭയങ്കര ധൃതി വെച്ചിട്ടാണ് എടുക്കുന്നത്. കാര്യം അപ്ലോഡ് ആക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് എടുക്കുന്നത്. ഞാൻ വീഡിയോസ് ശരിക്കും ഇടാൻ നല്ല ഡിലേ ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ ആണെങ്കിൽ ഒരു കാര്യമുണ്ട്, ഞാൻ ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രോബ്ലം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഫ്ലാഷ് ലൈറ്റ് വെക്കാന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാണ് ഗൈസ്, ലൈറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് പഠിക്കുന്നിടത്ത് പോവാം. ട്യൂഷൻ്റെ റിവ്യൂ കുറേ പേര് തന്നെ ന്യൂട്ടൺസ് നല്ലതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും നാളെ തന്നെ പബ്ലിഷ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൗ ടു സ്റ്റഡി ഓൾ സബ്ജക്ട് വിത്തിൻ ഫ്യൂ അവേഴ്സ്. അപ്പോൾ എങ്ങനെയാണ് പഠിക്കണേന്നാണ് പറയാൻ വേണ്ടിയിട്ട് പോണത്. ഒരു കുട്ടി റിവിഷൻ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് കേട്ടോ. ആ ഒരു ടൈമിൽ എനിക്ക് ആലോചന വന്നതാണ്. അതുകൂടാതെ സബ്ജക്റ്റ് എങ്ങനെ പഠിക്കാന്നുള്ളതും കുറേ 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹിന്ദിയുടെ സ്റ്റഡി വ്ലോഗും വരുന്നുണ്ട് കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹിന്ദി എങ്ങനെ പഠിക്കുന്നു എന്ന്. എനിക്ക് A+ കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് അപ്ലോഡ് ആക്കാൻ കഴിയും. എനിക്കാണെങ്കിൽ നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഈ ഒരു വീഡിയോ എടുക്കുക എന്ന് പറയുന്നത്. കാരണം വീഡിയോയ്ക്ക് നമ്മൾ വിചാരിക്കുമ്പോൾ വീഡിയോ ഭയങ്കര ചില്ലി കേസ് എന്ന് വിചാരിക്കുള്ളൂ. പക്ഷേ നമ്മൾ പറയണ പോലെ ഇല്ല. വീഡിയോ എടുക്കാൻ എന്തൊക്കെ സെറ്റപ്പാണ് ഇവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലേ, പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ പോട്ടെ. അപ്പോൾ എന്തെങ്കിലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സബ്ജക്റ്റിന്റെ ഇങ്ങനെ പഠിക്കാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കാട്ടാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പറയട്ടെ ഗൈസ്, നിങ്ങൾക്ക് ട്യൂഷൻ ഇല്ല, ഓക്കെ, നമ്മൾ ട്യൂഷന് പോകണം എന്ന് ഞാൻ പറയുന്നില്ല, പോകണ്ടെന്നും പറയുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് ട്യൂഷന് പോകണോ വേണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ തന്നെ ഇപ്പോഴാണ് ചേർന്നത് ട്യൂഷന്. അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. കാര്യം എനിക്ക് പഠിക്കുന്നു ഉറപ്പുണ്ടായിരുന്നു. സോ ദാറ്റ്സ് വൈ ഞാൻ ഇപ്പോഴാണ് ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഈ ട്യൂഷന് പോവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് പറയാൻ വേണ്ടിയിട്ട് പോണത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും മാക്സിമം ഞാൻ നോക്കാട്ടോ എൻ്റെ ട്യൂഷൻ ബുക്കിൽ എന്ന് വെച്ചാൽ മെറ്റീരിയലിൽ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് നമ്മൾ വായിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ലത് അങ്ങനെ നോക്കുന്നതാണ്. എന്ന് വെച്ചാൽ എന്താ പറയുക, സിമ്പിൾ ആയിട്ട് അങ്ങനെ പഠിക്കാം എന്നാൾക്കാരോ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പം അതുപോലെ പറ്റിയിട്ടുള്ള ഇത്തിരി പോയിന്റ്സ് ഒക്കെ എൻ്റെ മെറ്റീരിയലുണ്ട്, ട്യൂഷൻ മെറ്റീരിയലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതിൽ കൊണ്ട് നിങ്ങൾക്കും പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു ഷെയറിങ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ പറയുന്നതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ സബ്ജക്ട്സ് ഓരോന്ന് റിവ്യൂ ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് തന്നെ ഞാൻ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടുക, ഓർഡർ കമൻറ്റ് ഇടുക എങ്ങനെ വേണം എന്നുള്ളത്. എന്ന് വെച്ചാൽ ഈ സബ്ജക്റ്റ് ഏതൊക്കെ ആദ്യം പറയണം, പിന്നെ പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്തിരി ആയിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതിന് സിമ്പിൾ പോയിന്റ്സ് കാട്ടുന്ന വീഡിയോ ആണ്. അതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ ഈ ഒരു വീഡിയോ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പറയുന്നു. അപ്പം സൈലം നല്ലതാണോ, ന്യൂട്ടൺസ് നല്ലതാണോ, വിന്യാസ് നല്ലതാണോ എന്നൊക്കെ പറഞ്ഞ് കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ മുന്നിൽ കിടക്കുകയാണ്. അതിനൊക്കെ ഉള്ള റിപ്ലൈ ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ കോണ്ടന്റ് എങ്ങനെ എല്ലാ സബ്ജക്റ്റും നന്നായിട്ട് പഠിക്കാം എന്നുള്ളതാണ്. അപ്പം കുറെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈലം കണ്ടിട്ട് മാത്രമായിട്ട് പഠിക്കാൻ പറ്റില്ലല്ലോ ചേച്ചിന്ന്. അത് കറക്റ്റാണ്, ഞാൻ പറയുന്നില്ല. കാര്യം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്ക് പഠിക്കണം എന്നുള്ള ആ ഒരു ചോയ്സ് വേണമെങ്കിൽ എന്തായാലും സൈലം കണ്ട് പഠിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പോട്ട് എക്സാമിനേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാം, അതൊരു ടിപ്പാണ്. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് നിങ്ങളുടെ എല്ലാവരുടെയും യൂസ്ഫുളിന് വേണ്ടിയിട്ടാണ്. ശരിക്കും എനിക്ക് തെറ്റണമെന്ന് തോന്നുന്നില്ല. കാര്യം ഞാൻ പഠിക്കുന്നത് നിങ്ങളായിട്ട് ഷെയർ ഇടുന്നു, അതിനൊരു തെറ്റുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ടായിരിക്കും വീഡിയോസിൽ കാട്ടുന്നുണ്ടാവുക. എൻ്റെ മെറ്റീരിയലിൽ ഇത്തിരി ഞാൻ ഭാഗങ്ങൾ കാട്ടും, നിങ്ങളത് എഴുതിയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ ടു അവർ വീഡിയോ ഗൈസ്.
ഗൈസ്, അപ്പോൾ ഞാൻ പെട്ടെന്നായിരിക്കും പറഞ്ഞു പോകുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും മാർക്ക് ചെയ്തിട്ട് നോട്ട് ചെയ്തിട്ട് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് സൂം ചെയ്ത് നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം എന്തായാലും സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാനൊന്നും മറക്കണ്ട. ആദ്യത്തെ ഈ 3 ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്സിലെ നമ്മൾ ഇലക്ട്രിക് കറൻറ്റ് എന്നുള്ള ചാപ്റ്ററാണ് പഠിക്കുന്നത്. പിന്നെ എന്താണ് ചാർജ് എന്നുള്ളവരുടെ ഡെഫിനേഷൻ ആട്ടോ ഈ ഒരു കുഞ്ഞി ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാവരും പഠിക്കാനായിട്ട് മറക്കണ്ട. ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് സ്പീഡിലായിരിക്കും പറഞ്ഞു പോകുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അത് ഈ ഒരു ബോക്സ് നിങ്ങൾ പഠിക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂൾ ടെസ്റ്റിൽ എല്ലാവരും മിക്സ് ചെയ്ത് കലർത്തി വെക്കുന്നത് കാണുമ്പോൾ നമുക്കൊന്നും കിട്ടില്ല. അപ്പം അതുപോലത്തെ നല്ല മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് പഠിക്കുക കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷനാണ്. ഈ ക്വാണ്ടിറ്റി മുതൽ പോയിൻറ്റ്സ് വരെ പഠിച്ചാൽ മതി. പിന്നെ ആണെങ്കിൽ അതിൻ്റെ എന്താ പറയുക യൂണിറ്റ്സ് ആണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് പെൻസിൽ വെച്ചിട്ട്. പിന്നെ ആണെങ്കിൽ വോൾട്ടേജ് എന്താണെന്ന് പഠിക്കാനായിട്ട് മറക്കണ്ട. ഈ 3 പോയിൻറ്റ്സ് ആണ് കേട്ടോ വോൾട്ടേജിനുള്ളത്. പിന്നെ 1 വോൾട്ട് എന്താണെന്നാണ് ആ ഒരു ഡെഫിനേഷൻ. അത് ഫുള്ള് പഠിക്കണം കേട്ടോ. അപ്പം അതും പഠിക്കാനായിട്ട് മറക്കണ്ട. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ പറയേണ്ടത് വേറെ ഒന്നുമല്ല, ഈ ഒരു ഇതാണ് കേട്ടോ 1 വോൾട്ട് എല്ലാവരും എന്ന് തന്നെ പഠിച്ച് വയ്ക്കുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ഇതൊരു സാമ്പിൾ പോലെ കാട്ടിത്തന്നുള്ളൂ കേട്ടോ. പിന്നെ ആണെങ്കിൽ J/C വോൾട്ടിൻ്റെ എന്ന് വെച്ചാൽ വോൾട്ടേജിൻ്റെയും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെയും എക്സാമ്പിളാണ് കേട്ടോ. പിന്നെ അത് കണ്ടുപിടിച്ചത് അലക്സാണ്ടർ വോൾട്ടയാണ്. പിന്നെ EMF എന്താണെന്ന് പഠിക്കണം. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്താണെന്ന് പഠിക്കുക. ഫോഴ്സ് ഓഫ് EMF പഠിക്കുക. പിന്നെ ഫോഴ്സ് ഓഫ് EMFും അതിൻ്റെ എനർജി ചേഞ്ചും പഠിക്കാനായിട്ട് മറക്കരുത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബോക്സ് ആണ് കേട്ടോ. ഇത്രയാണ് ഞാൻ ഈ ഒരു ഫിസിക്സിൽ കാട്ടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സാമ്പിൾ പോലെയാണ്. ഫുള്ള് കാട്ടാനായിട്ടുള്ള ടൈമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പിന്നെ അത് ഈ ഒരു സൈൻ പഠിച്ചു വയ്ക്കാനായിട്ട് മറക്കേണ്ട. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആണെങ്കിൽ ചാപ്റ്റർ 7 നോൺ മെറ്റൽസ് കെമിസ്ട്രിയിൽ തന്നെ ഹൈഡ്രജൻ എന്താണെന്ന് പഠിക്കാം. പിന്നെ ഹൈഡ്രജൻ്റെ പ്രിപ്പറേഷൻ എന്താണെന്ന് പഠിക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ ടിക്ക് ചെയ്ത് കാട്ടത്തില്ല ചിലതൊന്നും, എന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് വായിച്ച് വിടാം കേട്ടോ. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രജൻ, കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഹൈഡ്രജൻ, അതൊക്കെ എക്സാമ്പിളായിട്ട് പഠിക്കാനായിട്ട് മറക്കണ്ട. പിന്നെ യൂസസ് ഓഫ് ഹൈഡ്രജൻ എന്താണെന്ന് പഠിക്കുക. എല്ലാം ഞാൻ ക്ലാരിറ്റി ആയിട്ടാണ് കാട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എഴുതി വയ്ക്കുക സ്റ്റോപ്പ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ ആണെങ്കിൽ യൂസസ് ഓഫ് ഹൈഡ്രജൻ കഴിഞ്ഞിട്ട് പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആസ് എ ഫ്യൂവൽ, കലോറിഫിക് വാല്യൂ, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് പഠിക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. പിന്നെ കാർബൺ എന്താണെന്ന് പഠിക്കുക. ഈ ഒരു ഹൈഡ്രജനെ കഴിഞ്ഞിട്ട് കാർബണെ പറ്റിയിട്ടാണ് കേട്ടോ പറയണത്. അപ്പം അത് പഠിക്കുക കേട്ടോ. ഇത്രയാണ് എൻ്റെ ക്ലാസ് പോർഷനിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കാട്ടാത്തത്. പിന്നെ ആണെങ്കിൽ ഗൈസ് ഈ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബയോളജിയിൽ. ഇത് എൻ്റെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്, പക്ഷേ ട്യൂഷൻ സെൻറ്ററിൽ എടുത്തപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളുടെ എടുത്തിട്ടില്ല കേട്ടോ. പകുതിയോളം എത്തിയിട്ടുള്ളൂ ട്യൂഷൻ സെൻറ്ററിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ എല്ലാവരും കാട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്ന് നോക്കിയിട്ട് പോവാം കേട്ടോ. ഇനി എല്ലാവരും ഞാൻ കാട്ടുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞു പോകുന്നില്ല, എല്ലാവരും പഠിച്ചു പോവുക. ഇതുപോലെ ഞാൻ കാട്ടി തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഞാൻ പിന്നെയും പറയുകയാണ് കേട്ടോ. അല്ലെങ്കിൽ എഴുതിയെടുക്കുക. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ സൂം ചെയ്യുക, എന്നിട്ട് എഴുതിയെടുക്കുക കേട്ടോ. സൂം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ സൂം ചെയ്യുക. ഇത് കുറേ ടോപ്പിക്സ് ഉണ്ട് ഗൈസ്. ഞാനും ഡൗട്ടിലാണ്. അപ്പോൾ എനിക്കും പഠിക്കാനുണ്ട് കേട്ടോ നിങ്ങളെപ്പോലെ തന്നെ. അപ്പോൾ എന്തായാലും അത് പഠിക്കണം. അപ്പോൾ ഞാനിതൊരു സാമ്പിൾ പോലെ എങ്ങനെ സബ്ജക്റ്റ് പഠിക്കാമെന്നുള്ളപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടതാണ് കേട്ടോ. ഇതുപോലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഫോട്ടോസും ആണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇടാം. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് വേണോ വേണ്ടതെന്നുള്ളത്. അപ്പം എല്ലാവരും ക്ലാരിറ്റിയിൽ കാട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സിമ്പിളായിരിക്കും. അപ്പം ഇതൊക്കെ പഠിക്കുക കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, നമ്മുടെ 3rd ടേമിൽ കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൻ്റെ കോണ്ടന്റ് എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പ്രഗ്നൻസി തന്നെയാണ്. അപ്പോൾ അതിനായിട്ടുള്ള സ്റ്റേജസും എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെയാണ് കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് 3rd ടൈമിലോട്ട്. അപ്പോൾ അതെല്ലാവരും പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൽ ഞാൻ കാട്ടി തരുമ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ കാട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. പക്ഷേ ടെസ്റ്റിൽ നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ ഒരു കുന്തും മനസ്സിലാവില്ല. അപ്പം ഈ ഒരു മെറ്റീരിയൽ പഠിച്ചതിന് ശേഷം നിങ്ങൾ ടെസ്റ്റ് വായിച്ച് നോക്കാനായിട്ട് മറക്കരുത്. ബിക്കോസ് ടെസ്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. പക്ഷേ ഈ ഒരു മെറ്റീരിയലിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട് കേട്ടോ. ടെസ്റ്റിലത്തെ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം എന്ന് പറയുന്നില്ല, പക്ഷേ ഞാൻ നോക്കാറുണ്ട് കേട്ടോ. അപ്പം ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത് കേട്ടോ. ഇതായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ജോഗ്രഫിയിൽ പ്രൈസ് ആൻഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. 3rd ടൈമിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാവരും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. മാർക്ക് ചെയ്തിട്ടതൊക്കെ പഠിക്കുക. എന്ന് വെച്ചാൽ പെൻസിൽ വെച്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നില്ല, കാര്യം നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ പറഞ്ഞു പോകുന്നില്ല. അപ്പോൾ ഇതെല്ലാവരും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാൻ ഇത്ര സ്പീഡിൽ കാട്ടി പോണത് വേറെ ഒന്നുമല്ല, നല്ല കൈയൊക്കെ വേദന എടുക്കും കേട്ടോ ഇങ്ങനെ നമ്മൾ പിടിച്ച് കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ. അതുകൂടാതെ എനിക്ക്
എനിക്കാണെങ്കിൽ ഇത് രാത്രിയാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് പോണത്. കാര്യം എനിക്ക് ഫോൺ കിട്ടണ്ടായിരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നമ്മുടെ നമ്മുടെ പാരൻസിൻ്റെ ഫോൺ വേണമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഫോൺ കിട്ടുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഫോണുണ്ട്, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് സ്യൂറ്റബിൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഫോണൊക്കെ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. കൂടാതെ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ഞാൻ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. പറ്റുവാണെങ്കിൽ എന്തായാലും അപ്ലോഡ് ആക്കുന്നതായിരിക്കും നമ്മൾ. അപ്പം ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡിമാൻഡും സപ്ലൈയും എന്താണെന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതൊക്കെ പഠിക്കാനായിട്ട് മറക്കേണ്ട. ഇക്വിലിബ്രിയം പ്രൈസും അതുപോലെ പ്രൈസ് കൺട്രോൾ ഇൻ മാർക്കറ്റും, മാർക്കറ്റിംഗ് എന്താണ്, മാർക്കറ്റിംഗ് ടെക്നിക്സ് എന്താണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, ഇതുവരെയാണ് കേട്ടോ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് വരെയാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും എല്ലാവരും പഠിച്ചിരിക്കുക കേട്ടോ. പിന്നെയാണെങ്കിൽ ഗൈസ് മാത്സും മലയാളം ഫസ്റ്റും സെക്കൻഡും ഹിന്ദിയും നമ്മൾ വേറെ വീഡിയോയിലായിട്ട് കാട്ടുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ 3 കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു നോക്കാം കേട്ടോ. ഞാനിപ്പോൾ മാക്സിമം എല്ലാ സബ്ജക്റ്റിൻ്റെയും ഈ ഒരു ടൈമിലെ ചാപ്റ്റേഴ്സ് ഒന്ന് കാട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എല്ലാവരും പഠിച്ചു പോവുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാമിനേഷൻ. അപ്പോൾ ടെൻഷൻ ഒന്നും വേണ്ട, നമ്മൾ മാക്സിമം കൊടുത്തിട്ട് നമ്മുടെ എഴുതാം. അപ്പോൾ ഫ്ലാഷ് ലൈറ്റ് ആണെങ്കിൽ ഗൈസ് ഇത് കണ്ടോ, ഞാൻ ഫ്ലാഷ് അടിച്ചിട്ടാണ് സംസാരിക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്. നമ്മൾ റിംഗ് ലൈറ്റ് ഒന്നും മേടിക്കാത്തത് കൊണ്ട് തന്നെ ഫ്ലാഷ് തന്നെ ശരണം. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാംസ്. അപ്പോൾ നമ്മുടെ ട്യൂഷൻ റിവ്യൂസ് കമ്മിങ് സൂൺ. സോ ബൈ ഡിയേഴ്സ്.